അതായത് ഇപ്പോൾ ഒരു നമ്പർ തന്നാൽ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റി, അല്ലെങ്കിൽ ഈക്വൽ അതായത് ഇപ്പോൾ 3/9 ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനിലോട്ട് മാറ്റി, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ സ്മാളസ്റ്റ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3/9 ഈ 2 നമ്പറും വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ചെക്ക് ചെയ്യണം. 2 നമ്പറും വരണം. അതായത് ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കണം, അതിൽ 3യും വരുന്നില്ല 9ഉം വരുന്നില്ല ആണല്ലോ. ഇനി നമ്മൾ ഇതെടുക്കുക. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തു എന്ന് എഴുതുക. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 9 വരുന്നുണ്ട്, പക്ഷേ 3 വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടികയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരും അല്ലേ. അപ്പോൾ 3നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. ആ 1നെ ഇവിടെ എഴുതുക. ബൈ 9 വരുന്നത് 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് അല്ലേ. 3നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്. അപ്പോൾ 3 ഇവിടെ എഴുതുക. അപ്പോൾ 1/3 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ ഈക്വൽ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത്. ഇതിന് തുല്യമായിട്ടുള്ള ഒരു ഫ്രാക്ഷനിലോട്ട് ഇങ്ങനെയാണ് മാറ്റുന്നത്. ഓക്കെ, ഇനി വേറൊരു നമ്പറും കൂടി ചെയ്ത് നോക്കാം. 2/3/12 ചെയ്ത് നോക്കാം. ഓക്കെ, 3/12 ചെയ്യുമ്പോൾ ഈ 3യും 12ഉം വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താണെന്ന് വെച്ചാൽ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 3യും 12ഉം വരുന്നുണ്ട്. അപ്പോൾ 1 × 3 ആണ് 3 എന്ന് പറയുന്നത്. അതിനെ ഇവിടെ എഴുതി. 12 എപ്പോഴാണ് വരുന്നത്? 4 ഇൻറ്റു 3നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 4. അപ്പോൾ 4 ഇവിടെ എഴുതി. അപ്പോൾ 3/12 എന്ന് പറയുന്നത് എന്താണ്? 1/4ന് ഈക്വലാണ്. ഇങ്ങനെയാണ് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് അല്ലെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഫോമിലോട്ട് മാറ്റുന്നത്.